നന്ദ, ഞാനും കൂടെ സ്റ്റേഷനിലേക്ക് വരാം. ഞാൻ ചോദിക്കാം പോലീസുകാരോട് എന്തിനാ ദേവിക അറസ്റ്റ് ചെയ്തെന്ന്. ശരി, എന്നാ പിന്നെ ചോദിക്ക്. കാര്യങ്ങൾ അന്വേഷിച്ച് കേസ് വാദിച്ച് സ്റ്റേഷനിൽ ദേവി ഇറക്കിക്കൊണ്ടുവാ. കാര്യം പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ കഷ്ടമാമേ. ഒരറ്റം കൂട്ടിമുടിക്കുമ്പോ മറ്റേറ്റം വിട്ടുപോവാ. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പ്രശ്നങ്ങൾ ഇവിടെ അറിയിച്ച് ഇവിടെ വിഷമം കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ പലതും പൊതിഞ്ഞും ഒളിച്ചും വെക്കുന്നത്. സാമ്പത്തിക ബാധ്യത ഇഷ്ടം പോലെ, ശത്രുക്കളുടെ എണ്ണം പറയാൻ വയ്യ. സ്വന്തം വീടിനും വസ്തുവിനും അവകാശമില്ല. അങ്ങനെ തലയ്ക്ക് മുകളിൽ 100,000 പ്രശ്നങ്ങളാ. എല്ലാത്തിനും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പൊ മനസ്സിലാക്കുന്നവര് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ വേണ്ട, വിഷമിപ്പിക്കാതെങ്കിലും ഇരിക്കണം. ദേവിയുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ ഞാനുണ്ട്. അതും വിശ്വാസമില്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ അവളെ പോയി സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വാ. ഞാൻ വീട്ടിലേക്ക് പോ. ദേവി അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നന്ദേട്ടാ, അമ്മ ഓരോ പ്രയാസവും പേടിയും കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ പേടിയും പ്രയാസം അല്ലേ ഉള്ളൂ. ഏത് നിമിഷം ഭ്രാന്ത് കയറുന്ന നോക്കിയാ ഞാൻ നിൽക്കുന്നേ. ഉറപ്പാ ഭ്രാന്ത് വരും. ബുദ്ധിയുടെ വരെ പൊട്ടും, വട്ടാവും. നിങ്ങൾക്ക് കരഞ്ഞ ആശ്വാസം കിട്ടും. എനിക്ക് കരയാൻ കൂടി പറ്റുന്നില്ല. അതാ എന്റെ അവസ്ഥ. മോന്റെ വിഷമം ഞങ്ങൾക്കറിയാം. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വെപ്രാളം വരുമ്പോ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. ഞാൻ വീണ്ടും പറയാച്ചാ, ഈ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ സ്റ്റേഷനിൽ കൂടെയുണ്ട്. വീട്ടിൽ അമ്മയും ദേവിക്ക് പൂർണ്ണ സപ്പോർട്ടാ. ദേവി മനസ്സിലാക്കി അവക്കൊപ്പം അമ്മ. ദേവി സ്റ്റേഷനില്, അമ്മ വീട്ടില്, ഞാൻ നടു റോഡില്. ഞങ്ങൾ ആകെ വിഷമിച്ച അവസ്ഥയില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ കൂടെ കേൾക്കുമ്പോ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോയതമ്മേ. സോറി അമ്മേ. എന്നോട് ക്ഷമിക്കുമോന്. ദേവിക്ക് മോനേക്കാ വലിയ ശക്തി വേറെയില്ല. ഒന്നും ആലോചിക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. മോൻ എന്നോട് ക്ഷമിക്കും. ആരെ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അവക്ക് ഒരു കുഴപ്പം വരില്ലമ്മേ. നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ പോവാ.